എന്താ ഇത്? മരുന്നെല്ലാം പോയല്ലോ. ഏത് രോഗത്തിനാ മരുന്ന്? ഞാൻ മിക്സ് ചെയ്ത് തരാം. കൊള്ളാം. ഈ ഡോക്ടർ ചികിത്സ തുടങ്ങിയാൽ പിന്നെ ഈ നാട്ടിലുള്ള രോഗികളുടെ എല്ലാം ഗതി അതോ ഗതി തന്നെ. ഏതായാലും എനിക്ക് ചികിത്സിക്കാൻ ഒരു രോഗി എന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആ, അതിരിക്കട്ടെ. ഞാൻ പറഞ്ഞിരുന്ന കാര്യം ചെറിയച്ഛനോട് ചോദിച്ചോ? എന്ത്? ഓ, നമ്മുടെ കല്യാണക്കാര്യം. ഓ, ഇങ്ങനെ ഒരു കൊതിയൻ 24 മണിക്കൂറും ഈ ഓർമ്മയേ ഉള്ളൂ. ഒരു സ്കൂൾ തുടങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഓ, ഞാനതങ്ങ് മറന്നുപോയി. ഇന്ന് നിശ്ചയമായിട്ടും ചോദിക്കാം. അതോ ഇന്ന് മറക്കുമോ? ഓർമ്മിക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ്. അത് കൊള്ളാം, നല്ല രസം. മധുവേട്ടിനെ മറക്കാതിരിക്കാൻ വേണ്ടി എന്റെ സാരിത്തുമ്പിലാണോ കെട്ടുന്നത്? തുലാത്തിൽ 1,40,000 നാളികേരം. വൃശ്ചികമായപ്പോൾ അത് 1,00,000 കുറഞ്ഞിരിക്കുന്നു. എടോ കുറുപ്പേ, ഇതിലെന്തോ കൃത്രിമമുണ്ടല്ലോ. കുറുപ്പിനോടൊന്നും ചോദിക്കല്ലേ, കുറുപ്പ് പാവമാണേ. താനല്ലേ ഇവിടുത്തെ കണക്കപ്പിള്ള? എന്നേക്കാൾ മുകളിലാണല്ലോ അവിടുത്തെ ജ്യേഷ്ഠന്റെ മകൻ. മധുസൂദനൻ തമ്മിയുടെ പോക്ക് അത്ര ശരിയല്ല. എന്നാര് പറഞ്ഞു? എന്ന് ഞാൻ പറഞ്ഞില്ല, നാട്ടുകാരിൽ ചിലർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എടോ, നാട്ടുകാരുടെ ചെലവിലെല്ലാം കഴിയുന്നത് എന്റെ ചെലവില. ഓ, പപ്പുക്കുറുപ്പ് ഇവിടെ ഉണ്ടായിരുന്നു? അല്ല, ഞാൻ പിന്നെ എവിടെ പോവാനാ? നീ എവിടെ ആയിരുന്നു? ഞാൻ അമ്പലപ്പറമ്പിൽ പോയിരുന്നു. അവിടെ നടക്കുന്ന കാർണിവൽ കുറുപ്പാണ് നടത്തുന്നതെന്ന് കേട്ടല്ലോ, ശരിയാണോ? ഒരു ചെറിയ വരുമാന മാർഗം. ഉത്സവപ്പറമ്പിൽ ചൂത് കളിക്കുന്നത് ശരിയാണോ? അമ്പലത്തിന് മുമ്പ് വെച്ച് ചൂത് കളിയോ? കുറുപ്പിന് എന്താ ഭ്രാന്തുണ്ടോ? ഉടനെ പോയി പൊളിച്ചു മാറ്റൂ. അവിടത്തെ ഇഷ്ടം. ചെറിയച്ഛ, ഒഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ ആനപ്പറമ്പിൽ ഒരു സ്കൂൾ തുടങ്ങാൻ രാധ ആഗ്രഹിക്കുന്നു. കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഒരു നഴ്സറി സ്കൂൾ. നഴ്സറി സ്കൂളോ? അത് വളരെ നല്ല കാര്യമാണല്ലോ, കൊടുക്കാമെന്ന് പറയൂ. തമ്പി അദ്ദേഹം ആ സ്ഥലം എനിക്ക് ദാനാധാരം തരാമെന്ന് പറഞ്ഞിരുന്നതാണ്. അതിനെന്താ, കുറുപ്പിന് ഞാൻ വേറെ സ്ഥലം തരാം. തൽക്കാലം രാധ അവിടെ സ്കൂൾ തുടങ്ങട്ടെ. ആ, എന്നാ തുടങ്ങട്ടെ. അല്ല, ഇതാരാ? ഈയിടെയായിട്ട് അമ്പലത്തിലേക്കൊന്നും കാണാനില്ലല്ലോ. എന്റെ ദേവി എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ദേവിയുടെ കാര്യത്തിൽ തമാശ പറയരുത്. വലിയ തമ്പി അദ്ദേഹത്തിന് പ്രായമായി. ഇനി അവിടെ നിന്ന് വേണം ഈ ക്ഷേത്രകാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ. 200 കൊല്ലം മുമ്പ് കൊട്ടാരത്തിൽ നിന്ന് ദാനം കിട്ടിയ സ്ഥലത്ത് പണിതാണ് ഈ ക്ഷേത്രം. ദേവിയുടെ കാര്യത്തിലും ഉടമസ്ഥാവകാശം. ദേവിയും ക്ഷേത്രവും എല്ലാവർക്കും ഉള്ളതാണ്. വെറുതെ കൊച്ചു വർത്തമാനം പറഞ്ഞു നിൽക്കാതെ. എന്റെ ദേവി പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ ഒക്കൂ? ഞാനില്ലാത്തപ്പോ നിനക്ക് ഇവിടെ തൂത്തുവാരിക്കൂടെ? എന്തൊരു ശല്യമാണിത്. എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല. ഇവിടെ മറ്റു ജോലിക്കാരുമില്ലേ? വേഗം തീർത്തിട്ട് പോയിക്കോ. ജാനു, 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 ജാനു. നമ്മൾ വന്ന സമയം തെറ്റിയെന്ന് തോന്നുന്നു. ഇവൾക്ക് പെട്ടെന്നൊരു തലച്ചുറ്റൽ വന്നു. വേഗം ഒരു ഡോക്ടറെ വിളിച്ചോണ്ട് വരും. ഈ തലചുറ്റല് സാരമില്ല, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ വരാം. ഇതിന് ഒരു ഡോക്ടറെ ആവശ്യമില്ല. എന്താ ഇത്? കാലിടാനുള്ള ചെരുപ്പെടുത്ത് തലയിൽ വയ്ക്കരുത് തമ്പി. കുറുപ്പേ, ഈ മോതിരം ഒരിക്കലും കളയാൻ പാടില്ല, ആർക്കും കൊടുക്കാനും പാടില്ല. നിന്നെക്കാൾ സൗന്ദര്യമുള്ള ഏതെങ്കിലും പെണ്ണ് ചോദിച്ചാൽ ചിലപ്പോ കൊടുത്തു പോകും. അതിലെന്റെ പേരുണ്ടല്ലോ. എന്നാലേ ഈ പേരുള്ള ഏതെങ്കിലും പെണ്ണിനെ കണ്ടുപിടിക്കാം. ആര്? ജാനുവോ? ഈ അസമയത്ത് നീ എങ്ങനെ ഇവിടെ വന്നു? ആകെ നനഞ്ഞിരിക്കുന്നല്ലോ. രക്ഷിക്കണം. എന്താ, സുഖമില്ലേ? വരൂ, ഞാൻ മരുന്ന് തരാം. എനിക്ക് മരുന്നല്ല, വിഷമാണ് വേണ്ടത്.
എന്തൊരു അസംബന്ധമാണ് നീ പറയുന്നത്? ജാനു, നിനക്ക് എന്ത് പറ്റി? വരൂ, പറയൂ, എന്താ കാര്യം? എനിക്ക് മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ വയ്യാതായി. ഇനി എന്നെ എവിടെങ്കിലും കുഴിച്ചിട്ടാൽ മതി. നീ കാര്യം പറയൂ ജാനു. ഞാൻ പാവപ്പെട്ടവളല്ലേ. ഞാൻ സത്യം പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അവരെല്ലാം വലിയ ആൾക്കാർ. വലിയ ആൾക്കാരോ? അതെ ചേച്ചി, കൊച്ചു തമ്പി അങ്ങുന്നാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്. നീ ആദ്യ പേരാ പറഞ്ഞത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ചേച്ചിയുടെ മധുവേട്ടനെ പറ്റി തന്നെയാ ഞാൻ പറഞ്ഞത്. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ അദ്ദേഹമാണ്. ചേച്ചി എന്നെ രക്ഷിക്കുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എന്നെ സഹായിക്കാൻ ഈ ലോകത്ത് വേറെ ആരുമില്ല. ഇതാര്? അശോകവനത്തിലെ സീതയോ? എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ജാനുവിന് മരുന്ന് വാങ്ങാനോ? ജാനു? ഏത് ജാനു? അറിയില്ല അല്ലേ? എന്തൊരു നയവഞ്ചന. നിനക്കെന്താ, സുഖമില്ലേ? ഇന്നലെ വരെ സുഖമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അന്തമായി സ്നേഹിച്ചത്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾ ഇനി ഇവിടെ വരാൻ പാടില്ല. നിങ്ങളെ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് പുരുഷത്വമുണ്ടെങ്കിൽ ആ ജാനുവിനെ തന്നെ വിവാഹം കഴിക്കണം. രാകേഷ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പറയാനുള്ളത് തെളിച്ചു പറയൂ. ജാനു, ജാനു, എന്തിനാ അവളെ അന്വേഷിക്കുന്നത്? രക്ഷിക്കാനോ അതോ ശിക്ഷിക്കാനോ? ജാനു എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു. രാമപുരത്തെ തമ്പിമാർക്ക് അഭയം നൽകിയ പാരമ്പര്യമേ ഉള്ളൂ. നീ അവളെ വഞ്ചിക്കാൻ പാടില്ല. ഒരു മുണ്ട് വാങ്ങിക്കൊടുത്ത് നിന്റെ ഭാര്യയായി കൂട്ടിക്കൊണ്ടുവരും. ഈ കേൾക്കുന്നതൊക്കെ പച്ചക്കള്ളമാണ്. എനിക്ക് ഇതേപ്പറ്റി യാതൊന്നും പറഞ്ഞുകൂടാ. എന്റെ മുഖത്ത് നോക്കി ഇത്രയും ഭയങ്കര ഒരു കള്ളം പറയാൻ അവൾ ധൈര്യപ്പെടില്ല. ജാനു, ജാനു, ജാനു. എല്ലാവരും വിചാരിച്ചു ഞാനാണ് കൊന്നതെന്ന്. ഞാൻ ചെയ്യില്ല. ശിക്ഷ കഴിഞ്ഞ് ഞാൻ തിരിച്ചു. ആരത്? ഇത്ര വേഗം എന്നെ മറന്നുപോയോ? ആരും മധുവോ? മധുവിനെ എനിക്ക് അറിയാതിരിക്കാൻ വയ്ക്കുവോ? വന്നാട്ടെ, ഇരുന്നാട്ടെ. നാരായണൻ തമ്പി ഇരുന്നിടത്ത് ഇന്നിരിക്കുന്നത് കള്ളൻ കുറുപ്പ്. എന്നെ കൊലപാതകയാക്കി മുദ്രയടിച്ചിട്ട് താൻ എന്തെല്ലാം നേടി? മധു എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. മധുവിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും വിടുവിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചതാണ്. വേണ്ട, ആ കാര്യത്തിൽ എനിക്ക് വിശദീകരണം ആവശ്യമില്ല. ജാനു എങ്ങനെ മരിച്ചു? എന്റെ ചെറിയച്ഛൻ എങ്ങനെ മരിച്ചു? അതാണ് എനിക്കറിയേണ്ടത്. പണത്തിന് വേണ്ടി നീ എന്റെ ചെറിയച്ഛനെ കൊന്നു അല്ലേ? ഞാൻ എന്റെ യജമാനെ കൊല്ലാനോ ഇങ്ങനെ കടുത്ത വാക്കുകൾ പറയരുത്. അദ്ദേഹം ഒരു നിത്യരോഗിയല്ലായിരുന്നു. പെട്ടെന്നൊരു ദിവസം ജീവൻ അങ്ങ് പോയി. പെട്ടെന്നൊരു ദിവസം ജീവൻ പോയി അല്ലേ? ആ കൈത്തോക്ക് പോക്കറ്റിലിടൂ. വശക്കേടിലെങ്ങാനും വിരടുകൊണ്ടത് പൊട്ടിയാൽ. അച്ഛൻ ധൈര്യമായിരിക്കണം. പേടിക്കേണ്ട കുറുപ്പേ, ഈ കൈത്തോക്ക് കൊണ്ട്
പട്ടികളെ ഞാൻ വെടിവെക്കില്ല. എനിക്കൊരു കാര്യം അറിയണം. എന്റെ ചെറിയച്ഛന്റെ സ്വത്തുക്കൾ നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? തമ്പി അദ്ദേഹം മരിച്ചപ്പോൾ അവകാശികളില്ലാത്തതുകൊണ്ട് ഗവൺമെന്റ് വസ്തുക്കളെല്ലാം കൂടി ഏറ്റെടുത്ത് ലേലത്തിൽ വെച്ചു. ലേലത്തിലെല്ലാം പിടിച്ചെടുത്തു. സമർത്ഥൻ. എന്താ അതൊരു അപരാധമാണ്? അന്യന്റെ കയ്യിൽ പോകരുതല്ലോ എന്ന് കരുതി ചെയ്തതാണ്. മധുവിന് വിരോധമില്ലെങ്കിൽ ഇവിടെ എന്റെ കൂടെ താമസിക്കാം. ഞാൻ ഉച്ചിഷ്ടം ഭക്ഷിക്കാറില്ല. നിന്നെപ്പോലുള്ള നയവഞ്ചകരെ വെറുതെ വിടുന്ന പാരമ്പര്യവും എന്റെ കുടുംബത്തിനില്ല. ഞാൻ ഈ ഗ്രാമത്തിൽ തന്നെ ജീവിക്കും, നിന്റെ അവസാനം കാണാൻ വേണ്ടി. ചവിട്ടേറ്റ പാമ്പ് മടങ്ങി വന്നിരിക്കുകയാണ്, നമ്മൾ സൂക്ഷിക്കണം. ഇവൻ ചെറുപ്പമാണ്, അതുകൊണ്ട് നന്ദികേട് കാണിക്കും. മധുവിനെ ഞാൻ ഒരിക്കലും ശത്രുവായി കാണില്ല. മധുവേട്ടൻ? അതെ, ഞാൻ തന്നെ. എന്തിനെവിടെ വന്നു? ഞാൻ വേറെ എവിടെ പോകാൻ? എന്റെ ചെറിയച്ഛൻ മരിച്ചു, കൊട്ടാരം ലേലത്തിൽ പോയി. എന്റെ ദുഃഖങ്ങളും നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളും മാത്രമാണ് അവശേഷിക്കുന്ന എന്റെ സ്വത്ത്. മധുവേട്ടനെ കുറിച്ചുള്ള ഓർമ്മ ഒരു ദുസ്വപ്നം മാത്രമാണ് എനിക്ക്. എന്നെ ഉപദ്രവിക്കാതെ പോകൂ. കാലം നിന്റെ തെറ്റിദ്ധാരണകൾ മാറ്റുമെന്ന് ഞാൻ കരുതി. ഞാൻ നിരപരാധിയാണ്, എന്നെ വിശ്വസിക്കാൻ ശ്രമിക്കൂ. ഞാൻ ആരെയാണ് വിശ്വസിക്കേണ്ടത്? മധുവേട്ടനെയോ അതോ ജാനുവിനെയോ? നീതിന്യായ കോടതികളുടെ കണ്ണുകളാണ് നിനക്കുമുള്ളത്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ നിന്നെ വേദനിപ്പിച്ചെങ്കിൽ എനിക്ക് മാപ്പ് തരൂ. ഞാൻ ആ പുലക്കുടിയിലെ അന്തേവാസിയായി. അമ്മണിയും ചാത്തമ്പുലയനും തങ്കപ്പനും നാണുവും എനിക്ക് സ്നേഹം മാത്രം തന്നു. അവരിലൊരുത്തനായി അവരെന്നെ കരുതി. ഞാൻ അവരോടൊപ്പം ജോലി ചെയ്ത് ജീവിക്കുന്നു. മധു, നിങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ ആവേശത്തോടെ പറയട്ടെ, ഇതാ ഒരു മനുഷ്യൻ. സാർ? യെസ് മധു. എന്റെ ചെറിയച്ഛനെ പപ്പു കുറുപ്പും മകനും ചേർന്ന് കൊന്നതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല സാർ. അവരെ അറസ്റ്റ് ചെയ്യാൻ മതിയായ തെളിവുകൾ കൂടിയേ കഴിയൂ. നമ്മൾ ഒരുമിച്ച് നിന്നാൽ എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരാം. എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല സാർ. സത്യം എന്നേ മരിച്ചു. എനിക്ക് പ്രതീക്ഷയും വിശ്വാസവുമുണ്ട്. ഇവിടെ പുതുതായി വന്ന എഞ്ചിനീയർ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് മധുവിനൊരു ജോലി വാങ്ങിച്ചു തരാം. ജോലിയോ? എനിക്കോ? അതെ, മധു ജോലിയിൽ പ്രവേശിക്കണം. ഒരു പുതിയ ജീവിതം ആരംഭിക്കണം. പോരാ, വീണ്ടും ജീവിതത്തെ സ്നേഹിച്ചു തുടങ്ങണം. അന്നേ ഞാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തു എന്ന് എനിക്ക് സമാധാനിക്കാൻ നോക്കൂ. ഞാൻ വീണ്ടും ഒരു മനുഷ്യനാകണമെന്നാണോ അങ്ങ് പറയുന്നത്? നിങ്ങൾ ഇപ്പോഴും ഒരു മനുഷ്യനാണ്, വലിയൊരു മനുഷ്യൻ.